ഹലോ മക്കളെ, അങ്ങനെ JEE മെയിൻ 2026 ജനുവരി സെഷൻ്റെ റിസൾട്ടുകൾ വന്നു. ഒരുപാട് കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു എക്സാമിൻ്റെ ഒരു അനാലിസിസും മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജ് എത്രയായിരുന്നു, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് എക്സാമിനുള്ള കട്ട് ഓഫ് എത്രയായിരിക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ്. ഇനി അങ്ങോട്ടുള്ള അടുത്ത JEE സെഷനും അഡ്വാൻസ്ഡ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ ഈ വീഡിയോയിൽ നിന്ന് കിട്ടും. മുഴുവനായിട്ടും കാണുക. ആൻഡ് ഈ വർഷം JEE എഴുതിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 13,50,000 കുട്ടികളാണ് എക്സാം എഴുതിയിട്ടുള്ളത് ഇത്തവണ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഏകദേശം 13 ലക്ഷം കുട്ടികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ കാണാൻ സാധിച്ചൊരു കാര്യം ഹൈ അറ്റൻഡൻസ് റേഷ്യോ ആണ്. കഴിഞ്ഞ തവണത്തെക്കാളൊക്കെ പെർസെൻറ്റേജ് കൂടുതൽ കുട്ടികൾ വന്ന് എക്സാം എഴുതിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു നമ്പർ നമ്മൾ ഏകദേശം ഒരു 50,000 നമ്പർ 45,000 to 50,000 കുട്ടികൾ ഇത്തവണ കൂടിയിട്ടുണ്ട്. എക്സാമിന് രജിസ്റ്റർ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിലും എഴുതിയ ആളുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ. അപ്പോൾ അത് ഏപ്രിൽ സെഷനോട് കഴിഞ്ഞ് വരുന്ന ഫൈനൽ കൗണ്ടിലും നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു 50,000 അതിന് മുകളിലോ നമ്പർ ഓഫ് കുട്ടികൾ JEE ആസ്പിറൻസ് ആയിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, പറയാം. കഴിഞ്ഞ വർഷത്തെ ജനുവരിയിലെ 2025 ജനുവരി എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഴുതിയ കുട്ടികളുടെ എണ്ണമാണെങ്കിലും അറ്റൻഡൻസ് റേഷ്യോ ആണെന്നുണ്ടെങ്കിലൊക്കെ കൂടുതലാണെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ആൻഡ് എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ എല്ലാവരുടെയും ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഫസ്റ്റ് സെഷനിൽ തന്നെ 99% ക്രോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റിൻ്റെ ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 99% എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 13,000 ഓൾ ഇന്ത്യ റാങ്ക് ആണ്. കാരണം 13 ലക്ഷം കുട്ടികളാണ് എക്സാം എഴുതിയത്. സോ 99% എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഒരു 13,000 അറൗണ്ട് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്കോറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റാങ്കിലേക്ക് എത്താൻ എത്ര മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫൈനൽ റാങ്ക് അല്ല, ഏപ്രിൽ കൂടെ കഴിഞ്ഞിട്ടേ നമ്മുടെ ഫൈനൽ റാങ്ക് അറിയുള്ളൂ. അതിൽ ഏറ്റവും ആദ്യം നടന്ന എക്സാമിൽ 167 മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളത്. അടുത്ത 21-ാം തീയതി തന്നെ രണ്ടാമത്തെ എക്സാമിൽ 171 മാർക്ക്. ഇതായിരുന്നു ഹയസ്റ്റ് സ്കോറിംഗ് ഷിഫ്റ്റ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ സെക്കൻഡ് ഡേയിലേക്ക് വരികയാണെങ്കിൽ 158-ഉം 155-ഉം. സോ സെക്കൻഡ് ഡേയിലെ ലാസ്റ്റ് എക്സാം ആയിരുന്നു ഈ ഒരു മാർക്കിൻ്റെ ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് മാർക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് 23-ന് 158 ആണ് വേണ്ടി വന്നിട്ടുള്ളത്. 23-ൻ്റെ സെക്കൻഡ് ഷിഫ്റ്റിൽ 163, പിന്നെ 162, 160, 161, 162. അപ്പോൾ ഓവറോൾ ഒരു 162-ൽ ആവറേജ് ചെയ്യപ്പെട്ട പോലെ അല്ലെങ്കിൽ 163-ലൊക്കെ ആവറേജ് ചെയ്യപ്പെട്ട പോലെയാണ് ഈ വർഷത്തെ 99% കട്ട് ഓഫ്. കഴിഞ്ഞ വർഷം അത് 175 ആയിരുന്നു. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 12ഓളം മാർക്ക് 99% അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇത്തവണത്തെ എക്സാമുകളിൽ കുറവാണെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 12-13 മാർക്കോളം കുറവ് മതി എന്നുള്ളത്. അപ്പോൾ ഓവറോൾ എക്സാം എന്താണ്, നമുക്ക് ടഫർ ആയിരുന്നു എന്ന് തന്നെ പറയാം. കമ്പയർഡ് ടു 2025 ഇത്തവണത്തെ എക്സാമുകൾ ടഫർ ആയിരുന്നു ഫോർ വാട്ട് എവർ റീസൺ. ചിലപ്പോൾ ലെങ്തി ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തരാൻ ടഫ് ആയതുകൊണ്ടാവാം. അങ്ങനെ ഓരോ ഷിഫ്റ്റിലും. പക്ഷേ ആൻഡ് ഓൾസോ കഴിഞ്ഞ തവണ നമ്മൾ 150 മുതൽ 200 വരെ കണ്ടിട്ടുണ്ടായിരുന്നു. 99% ക്രോസ് ചെയ്യാനുള്ള മാർക്ക് 99 മുതൽ 200 വരെ എന്ന് പറയുന്ന രൂപത്തിൽ സ്പ്രെഡായി കിടക്കുകയാണ്. പക്ഷേ ഇത്തവണ കണ്ടോ 155 മുതൽ 71 വരെ വന്നിട്ടുള്ളൂ. വളരെ ക്ലോസ് ആണ്. ഓരോ പേപ്പറുകളുടെയും ഡിഫിക്കൽട്ടി ലെവൽ ഏറെക്കുറെ സെയിം ആണെന്ന് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ കൂടെ ഇനി ബാക്കി പെർസെൻറ്റേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 99 നമ്മൾ ഓൾറെഡി 10 എക്സാമുകളിലും എത്ര വേണമെന്ന് ഡിസ്കസ് ചെയ്തു. 98.5 ഒക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 154, 157 എന്ന് തുടങ്ങി ടഫസ്റ്റ് ആയിട്ട് എന്ന് പറയുന്ന എക്സാമിൽ 143 ആണ് വേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ 150 അറൗണ്ട് പറയുന്ന രൂപത്തിൽ 145 മുതൽ ഒരു 150 വരെയൊക്കെയാണ് കൂടുതലും 98.5-ലേക്ക് എത്തിച്ചിട്ടുള്ളത്. 98% ആണെന്നുണ്ടെങ്കിൽ ഒരു 144, 147, അതുപോലെ തന്നെ 131 വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലോവർ സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 130 ആൻഡ് 140, ഒരു 138 ഒക്കെ ആവറേജ് പറയാൻ പറ്റുന്ന രൂപത്തിലാണ് 98% വന്നിട്ടുള്ളത്. 97.5 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 137, 126, ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് 126 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ 97% അച്ചീവ് ചെയ്യാൻ 130, 120, 120 ഒക്കെയാണ് ഏകദേശം വേണ്ടി വന്നിട്ടുള്ളത്. 121 ഒക്കെയാണ് 24th സെക്കൻഡ് ഷിഫ്റ്റിൽ ആവശ്യം വന്നിട്ടുള്ളത്. ഇനി നമ്മൾ 96% നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് 110 മാർക്ക് നമുക്ക് 24th സെക്കൻഡ് ഷിഫ്റ്റിൽ കാണാൻ സാധിക്കും. 95% ക്രോസ് ചെയ്യാൻ ഏകദേശം 100 മാർക്ക് 105, 106, 109 എന്നുള്ള രൂപത്തിലാണ് മാർക്കുകൾ വന്നിട്ടുള്ളത്. ആൻഡ് 92%ലേക്ക് പോകുകയാണെന്ന് 94 ആണെങ്കിൽ സിമിലർലി 105ഉം 6 ഒക്കെ ഉണ്ട്. പക്ഷേ ടഫർ ആയിട്ടുള്ള എക്സാമിൽ 93, 97 മാർക്കിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. 92% നോക്കുകയാണെന്നുണ്ടെങ്കിൽ 94, 93 മാർക്കൊക്കെ മതി. 86 വരെ മതി എന്നുള്ള രൂപത്തിലുള്ള എക്സാമുകളുണ്ട്. ആൻഡ് 90% ക്രോസ് ചെയ്യാൻ എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 1.3 ലാക്ക് ഈ ഒരു എക്സാമിൻ്റെ നോക്കുകയാണെങ്കിൽ 85, 84, 77 വരെ താഴ്ന്നിട്ടുണ്ട്. 73 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ച്വലി താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ കട്ട് ഓഫ് നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യാറുള്ളത് ഒരു 93 എന്നുള്ള രൂപത്തിലാണ് അസ്യൂം ചെയ്യാറുള്ളത്. മേ ബി 93.5 ആയേക്കാം. അപ്പോൾ അതിന് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഇത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഈ 94-ൻ്റെയും 105-ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമുക്ക്
എടുക്കാൻ സാധിക്കാം. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 99 പോരാ, അതിൻ്റെ മുകളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇതാ 167 നിന്നും എത്രത്തോളം കയറണം. അതായത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 95 ഒരു 97% നിന്ന് 99% എത്താൻ വലിയ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ 95 തന്നെ എടുക്കാം. 95% നിന്ന് 99% എന്ന് പറയുമ്പോൾ ഒരുപാട് 10,000 കുട്ടികളാണ് ആ ഗ്യാപ്പിൽ ഉണ്ടായിരിക്കുക. ഓരോ പെർസെൻറ്റേജിലും 13,000 14,000 കുട്ടികളുണ്ട്. അതിന് വേണ്ട മാർക്ക് ഡിഫറൻസ് ഏകദേശം 50 മാർക്ക് 57 മാർക്കിൻ്റെ ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് 90 മുതൽ 99.9 എന്ന് പറയുന്ന ഒരൊറ്റ പെർസെൻറ്റേജിൻ്റെ ഉള്ളിൽ ആ ടോപ്പ് 13,000-ൻ്റെ ഉള്ളിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. 60 മാർക്കിൻ്റെ വ്യത്യാസം. അതായത് മുകളിലേക്ക് പോകും തോറും കൂടുതൽ മാർക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്കോർ ചെയ്യേണ്ടി വരും. 167 തുടങ്ങി ഫസ്റ്റ് ദിവസം 99.9 എത്താൻ ഏകദേശം 227 മുകളിൽ മാർക്ക് വേണ്ടി വന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ അന്നത്തെ സെക്കൻഡ് എക്സാമിൽ 234 അടുത്തെത്തി, 224. അപ്പോൾ ഏകദേശം ഒരു 225+ എന്നുള്ള രൂപത്തിലാണ് മിക്ക എക്സാമുകളിലും എന്ത് വന്നിട്ടുള്ളത്. ഒരു ആവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 99.9 എത്താൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ 99.8 ഓരോ ഷിഫ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 210 മാർക്കിൻ്റെ അടുത്തേക്കാണ് പല ഷിഫ്റ്റുകളിലും റിക്വയർഡ് ആയിട്ടുള്ളത്. 99.7 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഇൻ എക്സാമുകൾ വളരെ കുറവാണ്. ഏകദേശം എല്ലാ മാർക്കുകളും ഉണ്ടോ വളരെ ക്ലോസ് ആയിട്ടാണ് പല മാർക്കുകളും ഉള്ളത്. 99.6 ആയാലും അതിൻ്റെ തൊട്ട് താഴെ 200 താഴേക്ക് ഇറങ്ങി. 99.5 ഒരു 180 റേഞ്ചിലാണ്. അതുപോലെ 177 അല്ലെങ്കിൽ 175 പിന്നെ 166 വരുന്നുണ്ട്. 22S2 തന്നെയാണ് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടഫറായിട്ട് വന്നിട്ടുള്ള എക്സാം. സെക്കൻഡ് എക്സാം. സോ ഫോർത്ത് ഷിഫ്റ്റ് ആണ് ഏറ്റവും ടഫറായിട്ട് തോന്നുന്നത്. 99.3 ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു 160 170 റേഞ്ച് ആണ്. ദെൻ 165-ൻ്റെ റേഞ്ച് ഉണ്ട്. ദെൻ 170 അഗെയിൻ. ഇത് ഓരോ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഓവറോൾ നമുക്ക് ഐഡിയ കിട്ടും ഏറ്റവും ടോപ്പിലെത്താൻ എത്ര മാർക്ക് വേണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും ഈ ഒരു ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എത്ര മാർക്കാണ് നിങ്ങളുടെ ലെവലിൽ നിന്ന് തൊട്ട് മുകളിലെ അല്ലെങ്കിൽ 2 3 4 ലെവൽ മുകളിലേക്ക് പോകാൻ ഒരു 4 ക്വസ്റ്റ്യൻ കൂടുതൽ ശരിയാക്കിയാൽ മതിയാവും. നിങ്ങളുടെ 4 നെഗറ്റീവുകൾ കെയർലെസ് മിസ്റ്റേക്കുകൾ നമ്മൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ 20 മാർക്കാണ് ആഡ് ചെയ്യപ്പെടാൻ പോകുന്നത്. 4 നെഗറ്റീവ് കൂടാതെ +16 കൂടെ വന്നിട്ട് 20 മാർക്ക്. അപ്പോൾ 20 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എത്തും? 10,000 റാങ്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ചാടും എന്നുള്ളതാണ് സത്യം. ഇനി നമ്മൾ ഈ ഒരു മൊത്തത്തിൽ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റീപ്പ് ജമ്പ് 98.5 നിന്ന് 99 ഒരു മാസീവ് ജമ്പിൻ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദിസ് ഇൻഡിക്കേറ്റ്സ് എ ഹൈ സാച്ചുറേഷൻ ഓഫ് വെൽ പ്രിപ്പയർഡ് സ്റ്റുഡൻസ് അറ്റ് ദ വെരി ടോപ്പ് ഓഫ് മെറിറ്റ് ലിസ്റ്റ്. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ മാർക്ക് ഈ ഒരു റേഞ്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട് വന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സേഫ് സ്കോറുകൾ നമ്മൾ പറയാറുള്ള 97% ക്രോസ് ചെയ്യാൻ ഒരു ആവറേജ് 132 മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളത്. 96% എത്താൻ ആവറേജ് ഒരു 120 മാർക്ക് വേണ്ടി വന്നു. 95% ക്രോസ് ചെയ്യാൻ കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ അത് കുറവാണ്. 110 മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സേഫ് സ്കോറുകളെല്ലാം താഴേക്ക് പോയി എന്നുള്ളത് നമ്മളെല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ സംഭവിച്ച കാര്യം തന്നെയാണ്. ആൻഡ് ഓൾസോ സബ്ജക്റ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സ് ആണ് ഇത്തവണ ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. മോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്തു. 99% കിട്ടാൻ ആവറേജ് ഫിസിക്സിൽ 70 മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഏറ്റവും ടഫ് ആയിട്ടുള്ള എക്സാമിൽ 68 മാർക്ക് വേണ്ടി വന്നു. ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സാമിലാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു ഹയർ സ്കോറിംഗ് ഓൾമോസ്റ്റ് ഓൾ ഷിഫ്റ്റ് വിത്ത് സെവറൽ ബോണസ് ആൻഡ് ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻസ്. ബോണസ് മാർക്കുകളോട് വന്നോട് കൂടിയിട്ട് 99%-ന് 70യേക്കാൾ മുകളിൽ വേണ്ടി വന്നിട്ടുള്ള ഷിഫ്റ്റുകളും ഉണ്ട്. ഇതാണ് ഫിസിക്സിൻ്റെ ഒരു അവസ്ഥ. ഫിസിക്സ് ഏകദേശം എല്ലാവർക്കും അങ്ങനെ ഒരുപാട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫിസിക്സിൽ വന്നിട്ടില്ല. ഇനി നമ്മൾ എപ്പോഴും പറയാറുള്ളത് ജെയിൽ ഏറ്റവും സ്കോർ ചെയ്യാൻ എളുപ്പം കെമിസ്ട്രി എന്നാണ്. പക്ഷേ ഈ വർഷത്തെ പാറ്റേണിൽ കെമിസ്ട്രിയാണ് എല്ലാവരെയും ഒരുപാട് ആളുകളുടെ ഒരു ഗെയിം സ്പോയിലർ ആയിട്ട് വന്നിട്ടുള്ളത്. ബിക്കോസ് കെമിസ്ട്രി വാസ് ടഫർ ദാൻ എക്സ്പെക്ടഡ് ഇൻ സ്പെസിഫിക് ഷിഫ്റ്റ് ഷോയിങ് സിഗ്നിഫിക്കൻറ്റ് ഡിഫിക്കൽട്ടി വേരിയേഷൻ. 60 മാർക്കാണ് ആവറേജ് ഫോർ 99% ഇൻ കെമിസ്ട്രിയിൽ വേണ്ടി വന്നിട്ടുള്ളത്. ഹയസ്റ്റ് 69-ഉം ലോവസ്റ്റ് 56-ഉം. അത്രയും വേരിയേഷൻ ഫിസിക്സിലൊന്നുമില്ല. കെമിസ്ട്രിയിലെ പല പേപ്പറുകളും ലെങ്തി ആയിരുന്നു. ഒരുപാട് കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിസിക്കൽ കെമിസ്ട്രിയിലെ കൊണ്ടുവന്ന് ഒരുപാട് കുട്ടികൾ പറഞ്ഞു. ഒരുപാട് സമയം കെമിസ്ട്രിയിൽ പോയി എന്നുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെമിസ്ട്രി ആക്ടഡ് ആസ് എ റാങ്ക് ഡിസൈഡർ ഇൻ ടഫർ ഷിഫ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ മാത്തമാറ്റിക്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ വേരിയഡ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ മാത്തമാറ്റിക്സ് എല്ലാ വർഷത്തെയും പോലെ തന്നെ കണ്ടിന്യൂസ് ടു ബി ലെങ്തി ബട്ട് ദ സ്കോറിംഗ് റേഞ്ച് ഹാസ് ഡിസ്റ്റിങ്ക്ട് ഹൈസ് ആൻഡ് ലോസ്. ഹയസ്റ്റ് റിക്വയർഡ് ടു ഗെറ്റ് 99% ഇൻ മാത്തമാറ്റിക്സ് എന്നുള്ളത് 47-48 മാർക്കാണ്. അപ്പോൾ മാത്സിൽ ഒരു 50%-ൻ്റെ അടുത്തൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്തമാറ്റിക്സിലെ ടോപ്പ് 1%-ലെത്തും. അതുപോലെ തന്നെ ലോവസ്റ്റ് 36-38 മാർക്ക് 22S2 ടഫസ്റ്റ് പേപ്പർ. 22S2 എഴുതിയ ആളുകൾ താഴെ കമൻറ്റ് ചെയ്യുക. മാത്സിലെ വൺ ഓഫ് ദി ടഫസ്റ്റ് പേപ്പർ തന്നെയായിരുന്നു. വെറും 36-38 മാർക്ക് ഉണ്ടെങ്കിൽ മാത്തമാറ്റിക്സിൽ നിങ്ങൾ എവിടെ എത്തും?
പെർസെൻറ്റേജിൽ ക്രോസ് ചെയ്യുന്നുള്ള അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. സോ JEE അഡ്വാൻസ് എക്സാമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 93.5 ആയിരിക്കും ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് മുകളിലേക്കോ താഴേക്കൊക്കെ പോകാം. അതുപോലെ തന്നെ SC ST OBC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 79, 80, 81 സാധാരണ കട്ട് ഓഫ് വരാറുള്ളത്. ഇനി അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 95% ഒരു ലെസ് കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ ഏപ്രിൽ സെഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. കാരണം നമുക്കറിയാം ഒരു 97 മുകളിൽ 97.5 എത്തിയാലാണ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള NITയിൽ നല്ലൊരു ബ്രാഞ്ചൊക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ 95 ഓൾറെഡി മുകളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വാൻസ്ഡ് എക്സാമിന് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് JEE മെയിൻ സെഷൻ 2നും ഈ പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യും. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് എക്സാമിൽ IITയിൽ തന്നെ പ്രവേശിക്കാൻ എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 95% എബോവ് കിട്ടിയ ആളുകളൊക്കെ അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ പാരലി എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 ലക്ഷം കുട്ടികൾ എക്സാം ഏപ്രിലത്തെ ഫൈനൽ റിസൾട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ യൂണീക്കായിട്ട് 15 ലക്ഷം കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ടാകും എന്ന അസംഷനിലാണ്. ഇപ്പം തന്നെ ഓൾറെഡി 13 ലക്ഷം കുട്ടികൾ എഴുതി കഴിഞ്ഞു. സോ എല്ലാവരോടും ജനറലി പറയാനുള്ളത്, നമുക്ക് ഒരുപാട് സങ്കടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. നമുക്ക് നഷ്ടപ്പെട്ട സമയം ഓർത്ത് നമ്മൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ റിഗ്രറ്റിൻ്റെ സമയമല്ല, പകരം റീസ്റ്റാർട്ട് ചെയ്യേണ്ട സമയം തന്നെയാണ്. നമ്മുടെ പ്രിപ്പറേഷൻസ് റീസ്റ്റാർട്ട് ചെയ്യണം. ബോർഡ് എക്സാം ഒക്കെ ഇൻ ബിറ്റ്വീനിൽ വരും. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി. നിങ്ങൾ ഇന്ന് തുടങ്ങിയാൽ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മുന്നിൽ ഇനി 90 ദിവസമാണെന്നുണ്ടെങ്കിൽ ആ 90 ദിവസവും ഒരു 100 MCQ വെച്ച് ചെയ്താൽ നമുക്ക് ഏകദേശം എത്ര MCQ ചെയ്ത് തീർക്കാൻ പറ്റും? അല്ലെ, 90 ഡേയ്സ് ആണ് ഇനി മുന്നിലുണ്ട്, അല്ലെങ്കിൽ 60 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം നമ്മളൊരു 50 MCQs ചെയ്ത് കഴിഞ്ഞാൽ എത്ര PYQs നമുക്ക് തീർക്കാൻ പറ്റും? ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ മൾട്ടിപ്പിൾ എക്സാമുകൾ ബാക്കപ്പ് ഓപ്ഷൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. JEE മെയിൻ, അതുപോലെ തന്നെ കീം, JEE അഡ്വാൻസ്ഡ് തുടങ്ങി ഇനി അങ്ങോട്ട് കുസാറ്റിൻ്റെ എക്സാം ഉണ്ട്. അങ്ങനെ പല എക്സാമുകളും നിങ്ങൾ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഉഷാറായിട്ട് എഴുന്നേറ്റിട്ട് പഠിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ സ്കോർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, കൃത്യമായിട്ട് അനാലിസിസ് നടത്തുക. ബാക്കിയുള്ളവരുടെ സ്കോറുകളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പൊസിഷൻ എവിടെ നിൽക്കുന്നു, ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൽ തന്നെ JEE മെയിനിൽ വളരെ ലോ സ്കോർ വന്നിട്ടുള്ള ആളുകൾ മേ ബി JEE മെയിൻ പോലെ തന്നെ കീം എന്ത് ചെയ്യണം, കുസാറ്റും കീമും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ഗ്യാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക? ഞാൻ കാണിച്ച ടേബിൾ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്കൊരു 20-30 മാർക്ക് മുകളിലേക്ക് ചാടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ ഏപ്രിൽ സെഷനിലേക്കുള്ള സ്ട്രാറ്റജി, എക്സാം എഴുതുന്നത് മുതൽ ആ 3 മണിക്കൂർ അടക്കം വെൽ പ്ലാൻഡ് ആയിരിക്കണം. ആ സമയത്ത് നമുക്ക് പാനിക്ഡ് ആവാനൊന്നും പാടില്ല. ആൻഡ് നിങ്ങൾ കണ്ട പോലെ തന്നെ എക്സാം ടഫ് ആണെങ്കിൽ എല്ലാവരുടെയും മാർക്ക് കുറയും, എക്സാം ഈസി ആയാലും എല്ലാവരുടെയും മാർക്ക് ഉയരും. അപ്പം അബ്സല്യൂട്ട്ലി എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതല്ല കാര്യം, ആ ഒരു പെർട്ടിക്കുലർ എക്സാമിൽ നമ്മൾ എത്രാമത്തെ റാങ്കിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുക. കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ചോദിക്കുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഭാവിയിൽ വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. JEE മെയിൻ സെഷൻ 2നും അഡ്വാൻസ് എക്സാമിനൊക്കെ വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഹ്യൂജ് കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് പറയാണ്. ആൻഡ് ഓൾസോ നമ്മുടെ JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ ബാച്ചിലേക്കുള്ള ഫ്രീ സെലക്ഷനെ കുറിച്ച് ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു. ഈ സെഷൻ 1ൽ 97% ഓർ എബവ് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും XNYൻ്റെ അഡ്വാൻസ്ഡ് ബാച്ചിലേക്ക് ഫ്രീ അഡ്മിഷനാണ്. താഴെ കൊടുത്ത നമ്പറിൽ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി, നമ്മുടെ ബാച്ചിലേക്കുള്ള ആക്സസ് തരുന്നതാണ്. ആൻഡ് നിങ്ങളുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസും നിങ്ങളുടെ സജഷൻസും ഇനി എങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലി അടുത്ത എക്സാമിന് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഓരോന്നും വായിക്കുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.